മൃഗശാല അധികൃതരുടെ ഉറക്കം കെടുത്തിയ സിംഹം 2 ദിവസത്തിന് ശേഷം കൂട്ടിൽ തിരിച്ചെത്തി. തമിഴ്നാട് ചെന്നൈ വണ്ടല്ലൂർ മൃഗശാലയിലായിരുന്നു സംഭവം. നടൻ ശിവകാർത്തികേയൻ ദത്തെടുത്ത സിംഹമാണ് 2 ദിവസം മൃഗശാല അധികൃതരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി. സുവി, ഏതാണ്ട് ലേറ്റായി സ്കൂളിലേക്ക് എത്തുന്നത് മാതിരി ധൃതിയിലാണ് സിംഹം തിരിച്ചെത്തുന്നത്. ഈ 2 ദിവസം എവിടെയായിരുന്നു? ഈ മൃഗശാല അധികൃതരുടെ മൊത്തം 2 ദിവസം ആകാംക്ഷയിലും ആകെ പ്രശ്നത്തിലുമായിരുന്നു. ഇത് എവിടെയായിരുന്നു ഇത്രയും സമയം എന്നതൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? ശ്രീജ, തമിഴ്നാട്ടിലെ വാണ്ടല്ലൂർ മൃഗശാലയിലാണ് ഇത്തരത്തിലൊരു അപൂർവമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സിംഹത്തെ സഫാരി പാർക്കിലേക്ക് തുറന്നുവിട്ടത്. ആദ്യമായിട്ടാണ് ഈ സിംഹത്തെ സഫാരി പാർക്കിലേക്ക് തുറന്നുവിടുന്നത്. ഇങ്ങനെ ജനങ്ങൾക്ക് കാണാനായി സഫാരി പാർക്കിലേക്ക് 2 സിംഹത്തെ തുറന്നുവിടാറുണ്ട്. അതിൽ ആദ്യത്തെ സിംഹത്തിന് പ്രായമായതുകൊണ്ടാണ് ഷെഹരിയാർ എന്നു പേരുള്ള ഈ സിംഹത്തെ കൂടെ തുറന്നുവിട്ടത്. എന്നാൽ വൈകിട്ട് ഭക്ഷണ സമയമാകുമ്പോഴേക്കും ഈ സിംഹം തിരിച്ചെത്തും എന്നൊരു പ്രതീക്ഷയായിരുന്നു അധികൃതർക്കുണ്ടായിരുന്നത്. എന്നാൽ അധികൃതരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ സിംഹം എത്തിയില്ല. അതിനുശേഷം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് അധികൃതർക്കുണ്ടായത്. അധികൃതർ പലയിടങ്ങളിലായി ഈ സിംഹത്തെ തെരഞ്ഞു. തെർമൽ ഇമേജിംഗ് ക്യാമറകളും മറ്റും ഉപയോഗിച്ചും തെരച്ചിലുകൾ നടത്തി, എന്നാൽ പരിശോധനകൾ നടത്തി. എന്നാൽ ഈ സിംഹത്തെ കണ്ടുകിട്ടിയില്ല. കഴിഞ്ഞ ദിവസം അതിനുശേഷം ഒരു ദിവസം സിംഹത്തെ ദൂരെ നിന്ന് കണ്ടുവെങ്കിലും ആ സ്ഥലത്തു നിന്നും സിംഹം പോവുകയാണ് ഉണ്ടായത്. ഈ സഫാരി പാർക്ക് എന്ന് പറയുന്നത് കുറ്റിച്ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന പ്രദേശമാണ്. ഇവിടേക്ക് ജീപ്പുകളിൽ ആളുകളെ, വന്യമൃഗങ്ങളെ കാണാൻ എത്തിക്കാറുണ്ട്. അങ്ങനെ സിംഹത്തെ കാണാൻ എത്തിക്കുന്ന സന്ദർശനം ഉൾപ്പെടെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഒപ്പം കമ്പിവേലി കെട്ടി തിരിച്ചതായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് സിംഹം എത്തില്ല എന്നൊരു പ്രതീക്ഷ അധികൃതർ പങ്കുവച്ചിരുന്നുവെങ്കിലും ആ ഭാഗങ്ങളിലൊക്കെ ആളുകളോട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും ഇന്ന് വൈകിട്ടത്തോടുകൂടി, അതായത് അല്പസമയം മുമ്പാണ് ഈ സിംഹം തിരിച്ചെത്തിയത്. ഭക്ഷണം കഴിക്കാനുള്ള സമയത്തിന് മുമ്പാണ് തിരിച്ചെത്തിയത്. 2 വർഷം മുമ്പാണ് ഈ സിംഹത്തെ ബംഗളൂരുവിലെ ബന്നാർഘട്ട നാഷണൽ പാർക്കിൽ നിന്ന് കൊണ്ടുവന്നത്. അതിനുശേഷം 2 വർഷത്തോളം പരിശീലനത്തിലായിരുന്നു. ആ പരിശീലനം കഴിഞ്ഞ ദിവസമാണ് ഈ സിംഹത്തെ തുറന്നുവിട്ടത്. അല്പസമയം മുമ്പ് ഈ സിംഹം കൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സിംഹത്തിനില്ല എന്നാണ് മൃഗശാല അധികൃതർ അറിയിക്കുന്നത്. ശ്രീജ. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. കെയ്റോയിൽ ഗാസ സമാധാന ചർച്ചകൾക്ക് ഉടൻ തുടക്കമാവും. ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ പ്രതിനിധിയും ഹമാസ് പ്രതിനിധിയും തമ്മിലാണ് ബന്ദിമോചന ചർച്ചകൾ ഇന്ന് നടക്കുക. അതേസമയം ഹമാസിനോടുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ ട്രംപിന് അതൃപ്തിയുണ്ടെന്നാണ് വിവരങ്ങൾ. സ്വകാര്യ ഫോൺ സംഭാഷണത്തിനിടെ ഇക്കാര്യത്തിൽ ട്രംപ് ക്ഷുഭിതനാവുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ അസഭ്യം പറഞ്ഞു എന്നുവരെ വിവരങ്ങളുണ്ട്. മിഥുൻ MG വിശദാംശങ്ങളുമായി. മിഥുൻ, ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്, ബന്ദിമോചനം ഈ ആഴ്ച തന്നെ സംഭവിച്ചേക്കാമെന്ന്. മറുവശത്താണ് ട്രംപിന്റെ ഈ തരത്തിലുള്ള പ്രതികരണത്തെക്കുറിച്ചും റിപ്പോർട്ടുകൾ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, അല്പസമയത്തിനകം തന്നെ കെയ്റോയിൽ ഇത് സംബന്ധിച്ചുള്ള സമാധാന ചർച്ചകൾക്ക് തുടക്കമാവുകയും ചെയ്യും. ഇസ്രായേലിന്റെ പ്രതിനിധി റോൺ ഡെർമറും ഒപ്പം തന്നെ ഹമാസിന്റെ പ്രതിനിധികളുമുണ്ട്. ഹമാസിനെ പ്രതിനിധീകരിച്ച് ഖലീൽ ഹൽഹയ്യയാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ദോഹ ആക്രമണമൊക്കെ ഈ ഖലീൽ ഹൽഹയ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്ത്. അദ്ദേഹം തന്നെ ഈ ഒരു ഹമാസിന്റെ നേതൃത്വത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ആഴ്ച തന്നെ ഈ ബന്ദി കൈമാറ്റം നടത്താനാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് മാർക്കോ റൂബിയോ അല്പസമയത്തിന് മുമ്പ് പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്കാണ് കടക്കുന്നത്. ഇത് എപ്പോൾ നടത്തണം, ബന്ദി കൈമാറ്റം എവിടെ വെച്ച് നടത്തണം, എങ്ങനെയാണ് നടത്തേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും 2ാം ഘട്ട ചർച്ചകളിലേക്ക് കടക്കുക. അതിൽ പ്രധാനമായും വരുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. മറ്റൊന്ന്, ആയുധം താഴെ വെച്ചതിന് ശേഷം ഗാസയിൽ നിന്ന് ഇവർ പിന്നോട്ട് പോവുക എന്നുള്ളതാണ് 2ാമത്തെ ഘട്ടത്തിൽ പ്രധാനമായും
ചർച്ചയ്ക്ക് വരിക. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനിടയിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്വകാര്യ സംഭാഷണത്തിൽ ട്രംപിനോട് ഇപ്പോൾ ഹമാസ് ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നത് അത് വെറുതെയാണ്, അത്തരത്തിലുള്ള സാഹചര്യം വരില്ല, അങ്ങനെ ഒരു മോചനം ഉണ്ടാകില്ല, ഇങ്ങനെ വെറുതെ ഹമാസിന്റെ നേതാക്കൾ പറയുന്നതാണ് എന്ന് ഈ സ്വകാര്യ ഫോൺ സംഭാഷണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് പറഞ്ഞതാണ്. ട്രംപിനെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് ചില അസഭ്യം ഇത് ഈ സ്വകാര്യ സംഭാഷണത്തിൽ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വളരെയധികം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ഇന പദ്ധതികൾ, അതിൽ ചില കാര്യങ്ങളിൽ ഹമാസ് നേതാക്കൾ ഇപ്പോഴും വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തത്. അക്കാര്യത്തിലുമൊക്കെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉറപ്പ് ട്രംപിന്റെ ഭാഗത്തിൽ ഉണ്ടായാൽ മാത്രമേ ഇപ്പോൾ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ഈ ചർച്ചയിലെ ഒരു ഭാവി നിശ്ചയിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ആഴ്ച തന്നെ ആദ്യഘട്ട ചർച്ചകളിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളിൽ ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരും. പിന്നീട് വെടിനിർത്തൽ അടക്കമുള്ള സുപ്രധാന തീരുമാനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ.